നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിൻ്റെ ടച്ച് നമുക്കൊന്ന് ലോക്ക് ചെയ്താലോ? സംഭവം മറ്റൊന്നുമല്ല, മൊബൈൽ നമ്മുടേതാണെങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നമ്മുടെ വീട്ടിലെ കുട്ടികൾ തന്നെയായിരിക്കും, അല്ലേ? നിങ്ങൾക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. ഇനി അവരുടെ കയ്യിൽ നിന്നും മൊബൈൽ തിരിച്ചു വാങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഈ കാണിക്കുന്ന ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ മൊബൈൽ അവരുടെ കയ്യിൽ കൊടുക്കുന്നെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മൊബൈൽ ഉപയോഗിക്കാനേ സാധിക്കില്ല. ടച്ച് കംപ്ലൈൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാകാം, നാളെ ശരിയാക്കിയിട്ട് തരാം എന്നൊക്കെ പറയാമല്ലോ. പിന്നെ അത് മാത്രമല്ല, കുട്ടികളുടെ അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം നമുക്ക് ഇതുവഴി തടയാനും സാധിക്കും. ഇതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. ആ ലിങ്ക് ലഭിച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വെബ്സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആപ്പ് എന്നോ ഡൗൺലോഡ് ആപ്പ് എന്നോ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ യൂട്യൂബിലെ വീഡിയോക്ക് താഴെ കാണുന്ന ആ ഒരു എഴുത്തിൽ മോർ എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ തന്നെ ഏറ്റവും മുകളിൽ ആപ്പ് ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടിന്യൂ എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ തമ്പനയിലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കണ്ടോ, ആ തമ്പനയിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇനി കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതിൻ്റെ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം, ഇതിൻ്റെ പ്രവർത്തന രീതിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഇംഗ്ലീഷിൽ എഴുതിയത് കാണാൻ സാധിക്കും, ഇൻസ്റ്റാൾഡ് ആപ്പ് എന്ന്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഈ വീഡിയോയെ കുറിച്ചും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനെ കുറിച്ചും എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.